ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജഹാൻസ് കോർണർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്ലീവ് സ്റ്റിച്ചിങ് വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിച്ചാലോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ആം ഹോളിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെ ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തു എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് ആം ഹോൾ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അങ്ങനെ ബാക്ക് ആം ഹോളിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തിട്ടാണ് ആം ഹോൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ വേണം നമുക്ക് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാൻ, എങ്കിലുള്ളൂ നമ്മുടെ സ്ലീവ് സ്റ്റിച്ചിങ് കറക്റ്റായി ചെയ്യാൻ പറ്റുള്ളൂ. സ്ലീവ് കട്ടിങ്ങിൻ്റെ ഈസി മെത്തേഡ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. നമുക്കിവിടെ ബാക്ക് ആം ഹോള് 8.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 8.5 ഇഞ്ച് സ്ലീവിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോള് ഞാൻ 8.5 ഇഞ്ചിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബോഡി പാർട്ടിലെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആം ഹോൾ മെഷർ ചെയ്യുന്ന ടൈമിൽ ബാക്ക് ആം ഹോൾ മെഷർ ചെയ്യുക, അതുപോലെ സ്ലീവിൻ്റെ ബാക്ക് ആം ഹോളും മെഷർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ അടുത്ത സ്ലീവിലും 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്ലീവിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. ഇനി ബാക്ക് പാർട്ടിലെ ആം ഹോളും ഫ്രണ്ട് പാർട്ടിലെ ആം ഹോളും ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ വെക്കാം. ഇവിടെ നമ്മൾ ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്ലീവിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷൻ നോക്കാം. ബാക്കിലേത് 1/2 ഇഞ്ച് പുറത്തേക്കും തള്ളിക്കും, ഫ്രണ്ടിലേത് ഉള്ളിലേക്കും ഉണ്ടാകും. അപ്പോൾ അതുപോലെ സ്ലീവ് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ലെഫ്റ്റ് സ്ലീവും റൈറ്റ് സ്ലീവും എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. നമുക്ക് സ്ലീവിൻ്റെ ആം ഹോൾ എങ്ങനെയെന്ന് നോക്കാം. അതുപോലെ ബോഡി പാർട്ടിൽ ആം ഹോളിൻ്റെ സ്ലീവും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനെടുത്ത സ്ലീവിൻ്റെ ബാക്ക് ആം ഹോൾ കണ്ടല്ല, പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ആം ഹോളും അതുപോലെ പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. സ്ലീവ് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം പുറത്തേക്കും അതുപോലെ കുർത്തിയുടെ ഉൾവശം പുറത്തേക്കുമായിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കുർത്തിയുടെ ആം ഹോൾ, അതായത് ഷോൾഡർ പോയിൻറ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്ലീവിൽ ആം ഹോളിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവ് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആം ഹോളിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. ശേഷം ആ പോയിൻറ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ വിഡ്ത്തെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ സ്ലീവ് കുർത്തിയുടെ ആം ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരത്തെ മാർക്ക് ചെയ്തിരുന്ന പോലെ നമ്മുടെ ഷോൾഡർ പോയിൻറ്റും അതുപോലെ സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നെക്സ്റ്റ് ആം ഹോളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ബാക്കിലെ പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രണ്ടിലെ പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ജോയിൻ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ലീവും അതുപോലെ കുർത്തിയുടെ ആം ഹോളൊന്ന് വലിച്ചു പിടിക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1/2 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക. നമ്മുടെ സ്ലീവ് സ്റ്റിച്ചിങ് ഒരു സെൻറ്റർ പോയിൻറ്റിൽ എത്തുമ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെതും അതുപോലെ സ്ലീവിൻ്റെ തയ്യൽ തുമ്പും ഒരുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലെ പാർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതേ കണ്ടല്ലോ, എല്ലാ കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് സ്ലീവ് ജോയിൻറ്റിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് സ്റ്റിച്ചിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്ലീവ് സ്റ്റിച്ചിങ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അതേ കണ്ടില്ലേ, നമ്മുടെ സ്ലീവിൻ്റെ തയ്യൽ തുമ്പും അതുപോലെ കുർത്തിയുടെ തയ്യൽ തുമ്പും ഒരേ ലെവലിലേക്കാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് കേട്ടോ എനിക്ക് അല്പം ഈസി ആയിട്ടും അതുപോലെ ബെറ്റർ ആയിട്ടും തോന്നിയിട്ടുള്ളത്. നമ്മുടെ ആം ഹോളിലുള്ള ടൈറ്റ് പ്രോബ്ലം അതുപോലെ ചുളി വരുന്നതെല്ലാം സോൾവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. തുടക്കക്കാർക്കൊക്കെ സ്ലീവിലുള്ള എല്ലാ പ്രോബ്ലത്തിനും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ. For more videos, please subscribe my channel and allow all notification in bell icon.